ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. എഴുത്തച്ഛനും രാമായണവും. ചക്കിൻ്റെ കണ നെഞ്ചോട് അമർത്തി ആഞ്ഞു തള്ളിയിട്ടും മുന്നോട്ടു നീങ്ങാൻ കൂട്ടാക്കുന്നില്ല. പടുകൂറ്റൻ കാളകൾ പോലും മുക്രയിട്ട് വലിക്കുന്ന ഈ ചക്ക് ഒരു മനുഷ്യനെങ്ങനെ തള്ളി നീക്കും? രാജാവ് കൽപ്പിച്ച ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഉപയോഗിക്കുവാനുമായി മലയാള ലിപി രൂപപ്പെടുത്തുകയും ആ ലിപി പ്രചാരത്തിലാക്കുവാൻ ആദ്യാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ഹരിനാമകീർത്തനം രചിച്ചതിനും കിട്ടിയ ശിക്ഷ. വേദജ്ഞാനവും ഭക്തിരസവും എല്ലാവർക്കും ഒരുപോലെ നേടിയെടുക്കാൻ സാധിക്കും എന്നെഴുതിയത് ജ്ഞാനം കുത്തകയാക്കി വച്ചിരിക്കുന്ന ചിലരെ ചൊടിപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ ചക്കുന്തൽ. എണ്ണ ആട്ടുന്നതിൽ നിന്നും കിട്ടുന്ന വേതനം കൊണ്ട് മാത്രം ജീവിക്കുക എന്നൊരു വ്യവസ്ഥയും പാലിക്കേണ്ടതായിട്ടുണ്ട്. സർവചരാചരങ്ങളിലും ഒളിമിന്നി വിളങ്ങുന്ന ഭഗവത് ചൈതന്യം അനുഭവിച്ചറിഞ്ഞ ഭൂസ്വത്തുക്കളും ക്ഷേത്ര ഉടമസ്ഥരുമായിട്ടുള്ള ചില മഹാത്മാക്കൾ എണ്ണ ആട്ടുന്നതിൻ്റെ മുൻകൂർ കൂലി എന്ന രീതിയിൽ എത്തിക്കുന്ന ധാന്യങ്ങളാണ് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ രാമാനുജന് ശിഷ്യരെ അക്ഷരം പഠിപ്പിച്ചതിന് കഠിന ശിക്ഷയോ എന്നവർ അമർഷം കൊണ്ടിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ കുറവാണെങ്കിലും അധ്വാനത്തിനും എണ്ണയ്ക്കും പനയോലയ്ക്കും ഒരു കുറവുമില്ല. അമ്മാവനും വല്യേട്ടനും കുട്ടിക്കാലം മുതൽ ചൊല്ലിത്തന്ന വേദമന്ത്രങ്ങളും തമിഴ്നാട്ടിലെ ആധീനത്തിൽ നിന്നും പഠിച്ച വേദശാസ്ത്രങ്ങളും മാത്രമാണ് ഇപ്പോൾ കൈമുതലായിട്ടുള്ള ധനം. ചക്കുന്തൽ കൊണ്ട് മാത്രം ജീവിക്കണമെന്നല്ലേ ശിക്ഷ? സ്വായത്തമാക്കിയ അറിവുകൊണ്ട് രാമായണം സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. പ്രതിഫലം ലഭിക്കാത്ത ജോലിയല്ലേ. ഗുരുസ്ഥാനീയർ എല്ലാവരും മൺമറഞ്ഞു പോയി. അനുവാദം ചോദിക്കാൻ ജ്യേഷ്ഠ സഹോദരി മാത്രം ബാക്കി. പഠിക്കലും പഠിപ്പിക്കലും മാത്രമാണല്ലോ തലമുറകളായി പിന്തുടരുന്ന കർമ്മം. വാണി അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ഓപ്പോളുടെ അനുവാദവും വാങ്ങി രാമായണ രചന ആരംഭിക്കുവാനായി തയ്യാറെടുത്തു. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ചിന്തിച്ച് ഗുരുഭൂതന്മാരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ദേവിയെ ധ്യാനിച്ച് ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചക്കിൻ്റെ കണ തിരിയുമ്പോൾ ചക്കിനുള്ളിൽ കിടന്ന് ഓരോ എള്ളുമണിയും ജപിക്കുന്നു രാമ 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 എന്ന്. കൊടുംവേനലിൽ പൂത്ത് കായ്ച്ച് ഉണങ്ങി പൊട്ടി ഉതിർമണിയാവുന്നത് ഇങ്ങനെ ജപിച്ചു മോക്ഷം നേടാൻ തന്നെ. അവസാന തുള്ളി എണ്ണയും വേർപ്പെടുന്നതുവരെയും ഈ ജപം തുടർന്നുകൊണ്ടിരിക്കുന്നു. എള്ളിൽ നിന്നും രാമനാമം ഉതിരുന്നത് പോലെ. അതെ, ഏറ്റവും കഠിനമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോഴും എൻ്റെ ഈ മനസ്സിൽ നിന്നും രാമമന്ത്രം ഉയർന്നു വരട്ടെ. എള്ളിൻ്റെ കരച്ചിലിന് കാതോർത്ത് ചക്ക് ഉന്തുന്നതിൻ്റെ താളത്തിൽ അക്ഷരങ്ങൾ അടുക്കിയപ്പോൾ ശ്രീരാമ രാമ രാമ എന്ന പദാവലി ഉരുത്തിരിഞ്ഞു. ആദ്യത്തെ രാമ ഈശ്വരത്തെ ധ്യാനിച്ച്, രണ്ടാമത്തേത് അക്ഷരലോകത്തേക്ക് കൈപിടിച്ചെഴുതിപ്പിച്ചെത്തിച്ച അമ്മാവനെ ധ്യാനിച്ച്, മൂന്നാമത്തെ രാമൻ ജ്യേഷ്ഠനെ സ്മരിച്ചുകൊണ്ട്. അതെ, ആദ്യാക്ഷരം ഓതിത്തന്ന അമ്മാവനും പിന്നീടതിനെ പടർത്തി പന്തലിപ്പിച്ച് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റിയ ജ്യേഷ്ഠനും ഭഗവത് സ്വരൂപം തന്നെ. അങ്ങനെ ഉള്ളിലുദിച്ച ഈരടികൾ ചുണ്ടുകളിലൂടെ വിടർന്നു വന്നപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ എന്നു തുടങ്ങുന്ന നാമം അനസ്യൂതമായി ഒഴുകി വരുവാൻ തുടങ്ങി. ചക്കിൻ്റെ മർമരത്തിൻ്റെ ഈണത്തോടൊപ്പിച്ച് ഇത് ജപിക്കുവാൻ തുടങ്ങിയപ്പോൾ മണ്ണും വിണ്ണും മാഞ്ഞുപോയി. അതികഠിനമായ എണ്ണയാട്ടുന്നതിൻ്റെ ആയാസവും അല്പാൽപമായി കുറയുവാൻ ആരംഭിച്ചു. ചക്കിനെ ഒരു രാമക്ഷേത്രമായി സങ്കല്പിച്ചപ്പോൾ ചുറ്റുമുള്ള പരിക്രമം പ്രദക്ഷിണമായി മാറി. രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് എത്ര നേരം പ്രദക്ഷിണം ചെയ്തെന്നറിയില്ല. സ്ഥലകാലബോധം തിരികെ ലഭിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ മുഴുവനും ഈ നാമം ഉരുവിട്ടുകൊണ്ട് തന്നോടൊപ്പം ചക്കിന് വലം വയ്ക്കുന്നു. അങ്ങനെ രചന ആരംഭിച്ച് തുടർച്ചയായി ദിവസവും പനയോലയിൽ എഴുത്താണി കൊണ്ടെഴുതിയ 7 വർഷത്തെ പ്രയത്നഫലം കൈരളിക്ക് ഭക്തിപൂർവ്വം സമർപ്പിച്ചതാകുന്നു അധ്യാത്മരാമായണം.
പനയോലയിൽ പകർത്തി കേരളത്തിലുടനീളം നിലനിന്നിരുന്ന എഴുത്തുകളരികളിലെത്തിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ സന്മാർഗം നിലനിർത്തിയ മഹാഗ്രന്ഥം. മലയാളികളുടെ മനസ്സിൽ ഇത്രയധികം ആഴത്തിൽ വേരൂന്നിയ മറ്റൊരു ഇതിഹാസമുണ്ടാവാൻ തരമില്ല. രാമായണത്തിലെ ഒരു സന്ദർഭം നമുക്ക് പരിശോധിക്കാം. പിതാവിൻ്റെ ദുഃഖകാരണം അന്വേഷിച്ചെത്തിയ രാമനോട് കൈകേയി ദശരഥ രാജാവിനോട് 2 വരം ആവശ്യപ്പെട്ട കാര്യം അറിയിച്ചു. ശ്രീരാമൻ രാജ്യം ഉപേക്ഷിക്കണമെന്നും പകരം സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്നും അതിനോടൊപ്പം 14 വർഷം വനത്തിൽ താമസിക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പുത്രനെന്ന് മകനെ വിളിക്കുന്നതെന്ന് കൈകേയി ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു. ഈ ആവശ്യം വളരെ നിസ്സാരമായി കണക്കാക്കി രാജ്യം ഉപേക്ഷിക്കാമെന്നും 14 വർഷം കാട്ടിൽ താമസിച്ചു കൊള്ളാമെന്നും ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു. പിതാവ് എന്തിനാണ് ഈ ഒരു കാര്യത്തിന് ഇത്രയധികം ദുഃഖിതനായിരിക്കുന്നത്? പിതാമഹന്മാരെ രക്ഷിക്കാനായി 1000 വർഷം തപസ് ചെയ്ത ഭഗീരഥന്റെ പ്രയത്നത്തിൻ്റെയോ യയാതിയിൽ നിന്നും വാർദ്ധക്യം വാങ്ങി സ്വന്തം യൗവനം തിരികെ നൽകിയ പുരുവിൻ്റെ പ്രവൃത്തിയോടോ താരതമ്യം ചെയ്യുമ്പോൾ ഇതെത്രയോ നിസ്സാരം. രാജ്യം ഭരിക്കാൻ ഭരതനും രാജ്യം ത്യജിക്കാൻ ഞാനുമാണ് യോഗ്യന്മാർ. അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു കൊടുത്ത വരങ്ങൾ അച്ഛൻ നേരിട്ട് ആവശ്യപ്പെടാഞ്ഞിട്ട് പോലും നിറവേറ്റാൻ പുറപ്പെട്ട മകനോട് ദശരഥ മഹാരാജാവ് ഇപ്രകാരം അറിയിച്ചു. സ്ത്രീക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി വീണ്ടും വിചാരമില്ലാതെ പറഞ്ഞ ഒരു പാഴ്വാക്കായി മാത്രം ഞാൻ കൊടുത്ത വരങ്ങളെ നീ കണ്ടാൽ മതി. വേഗം തന്നെ എന്നെ ഒരു കയറിൽ കെട്ടി ബന്ധനസ്ഥനാക്കി നീ രാജാവായി സ്ഥാനമെടുക്കും. അല്ലാതെ രാജ്യഭാരം ഒഴിയുകയും വേണ്ട, 14 വർഷം വനത്തിലും കഴിയണ്ട. പക്ഷേ ഒരു പുത്രൻ്റെ ധർമ്മം എന്തെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ മാലോകർക്ക് മുഴുവൻ മാതൃക കാട്ടുകയാണ് ശ്രീരാമൻ ചെയ്തത്. കേരളത്തിലെ പിതൃപുത്രബന്ധങ്ങൾ അനേക സംവത്സരങ്ങൾ ദൃഢമായി നിൽക്കാൻ മേൽ സൂചിപ്പിച്ച രാമായണ സന്ദർഭം വളരെ സഹായിച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളുടെ സ്വാധീനം സമൂഹത്തിൽ ക്ഷയിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വൃദ്ധസദനങ്ങൾ. സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള രാമായണങ്ങൾ വിശകലനം ചെയ്ത് ഭക്തിരസത്തിന് പരമപ്രാധാന്യം നൽകി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയിൽ എഴുതിയ ആധ്യാത്മ രാമായണം കൈരളിക്ക് ലഭിച്ച അമൂല്യ നിധിയാണ്. മലയാള ഭാഷയെ അടുത്തറിയണമെങ്കിൽ രാമായണം ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കണം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ അഭിപ്രായത്തിൽ കഥാകാരനും കഥാകാരിയുമാകണമെങ്കിൽ ഒത്തിരി വായിക്കണം. രാമായണവും മഹാഭാരതവും പലകുറി വായിക്കണം. ഭാരത ജനതയ്ക്കൊന്നായി ഒരു സംസ്കൃതി അല്ലെങ്കിൽ കേരള ജനതയിൽ പൊതുവായി കാണുന്ന സ്വഭാവ ഗുണം. ഇതിനാധാരം ഇതിഹാസങ്ങളിലൂടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ള ജീവിത മൂല്യങ്ങളാകുന്നു. കാമ ക്രോധ ലോഭമോഹങ്ങൾ ഉപേക്ഷിച്ച് സർവചരാചരങ്ങൾക്കും ഉപയോഗപ്രദമായി ജീവിക്കുവാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി എന്നാണ് ഇതിഹാസങ്ങളുടെ സന്ദേശം. രാമായണം പാരായണം ചെയ്യുകയും അതിലെ ഉപദേശങ്ങളും തത്വങ്ങളും മനസ്സിലാക്കി ജീവിക്കുവാനും ശ്രമിച്ചാൽ അതീവ ശാന്തിയും സമാധാനവും കൈവരും. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ട ശ്രീരാമനെ സ്മരിക്കുന്നതിനോടൊപ്പം ബ്രഹ്മജ്ഞാനം സർവ്വജനങ്ങളിലും എത്തിക്കുവാൻ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറായ പരമാചാര്യനായ മലയാള ഭാഷയുടെ പിതാവായ രാമാനുജൻ എഴുത്തച്ഛനെയും നമ്മൾക്ക് ഭക്ത്യാപൂർവം സ്മരിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മഹത്തായ സനാതന ധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മാന്തര സുഹൃതമായി കാണുന്നു. ഇത് അറിയുവാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല. നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തുക. മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു. ജയ് ശ്രീറാം.